സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചില ഇടവക പള്ളികളിൽ പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട്. കേരളത്തിലുള്ള മുഴുവൻ ഇടവകകളിലും പ്രകടനം നടന്നിട്ടില്ല. ചില ബിഷപ്പുമാർ ഇടയലേഖനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. കേരളത്തിലെ എമ്പാടുമുള്ള ബിഷപ്പുമാർ ഇടയലേഖനം ഇറക്കിയിട്ടില്ല. ചില മാധ്യമങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രതീതിയുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും ആദ്യമായിട്ടല്ല കേരളത്തിൽ. ഇതിനു മുമ്പും ഇത്തരം ചെറിയ സംഭവങ്ങൾ അല്ലെങ്കിൽ ചെറിയ സംഭവങ്ങൾ പുറത്തുണ്ടാകുന്ന സമയത്ത് കേരളത്തിൽ മാധ്യമങ്ങൾ വളരെ രൂക്ഷമായിട്ട് പ്രതികരിക്കുന്നതും അതിനെ തുടർന്നുള്ള പ്രകോപനങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളൊരു കാര്യം പറയാം. ആദ്യമായിട്ട് ഞങ്ങൾ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയമല്ല. നരേന്ദ്രമോദിയുടെ BJPയുടെ പദ്ധതി എന്ന് പറയുന്നത് പോളിസീസ് ഒക്കെ തന്നെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഉള്ളതാ. മോഡി ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള സ്കീംസ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് മുഴുവൻ ഇൻക്ലൂസീവാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്നതല്ല, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്. അത് ഇന്ന് ഏത് സ്കീം എടുത്താലും നിങ്ങൾക്കത് ബോധ്യപ്പെടും. അങ്ങനെയാണ് ഞങ്ങൾ കേരള സമൂഹത്തെയും കാണുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും അതിനുള്ള കഴിവും കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്കുണ്ട്, ക്രൈസ്തവ സമൂഹത്തിനുണ്ട്. ക്രൈസ്തവ സമൂഹത്തിന് മാത്രമല്ല, മുഴുവൻ കേരളത്തിലെ ജനതയ്ക്കുമുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് ഞങ്ങൾ. ആ പ്രതീക്ഷയുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.